10 വർഷം കൊണ്ട് 4316 അതിക്രമങ്ങളാണ് ക്രൈസ്തവ സമൂഹത്തിന് നേരെയുണ്ടായത്. ചെറുതാണോ? 4316 അതിക്രമങ്ങൾ. 2014 127 അതിക്രമങ്ങളായിരുന്നുവെങ്കിൽ 2024 മോദി സർക്കാർ 10 വർഷം തികയ്ക്കുമ്പോൾ 824 അതിക്രമങ്ങൾ ഒരു വർഷം എന്ന നിലയിലേക്ക് അത് വളർന്നിരിക്കുന്നു. ക്രിസ്ത്യൻ സമുദായ വിഭാഗങ്ങളിൽ 647 പള്ളികൾ മണിപ്പൂരിൽ മാത്രം തകർക്കപ്പെട്ടിരിക്കുന്നു. ദീപിക പത്രം വളരെ കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് ദീപിക പറയുന്നത്: തടയാനായില്ല. രാജ്യം ഭരിക്കുന്ന BJPയുടെ അനുഗ്രഹാശിസുകളോടെ. പറയുന്നത് കത്തോലിക്ക സഭയുടെ മുഖപത്രമാണ്. പ്രതിപക്ഷത്തിന്റെ വഴിപാട് പ്രതിഷേധത്തോടെ, നീതിന്യായ സംവിധാനങ്ങളുടെ പരിമിതികളോടെ, ന്യൂനപക്ഷ ദല്ലാൾ സംഘങ്ങളുടെ ഒറ്റുചുംബനത്തോടെ. കാസ, ഇത് നിങ്ങളെ കുറിച്ചാണ് പറയുന്നത് ദീപിക. കാസയെ കുറിച്ചാണ് പറയുന്നത്. എന്താ വാചകം? ന്യൂനപക്ഷ ദല്ലാൾ സംഘങ്ങളുടെ ഒറ്റുചുംബനത്തോടെ അവരുടെ അഥവാ ഹിന്ദുത്വയുടെ രാഷ്ട്രം നിർവചിക്കുകയാണ്. കന്യാസ്ത്രീകളെയല്ല, മതേതര ഭരണഘടനയാണ് ഇപ്പോൾ ഈ വർഗീയവാദികൾ ബന്ദികളാക്കിയിരിക്കുന്നത്. കുഷ്ഠരോഗികളെ അറച്ചുകിടന്നിരുന്നൊരു വിഭാഗത്തെ പൊതുധാരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സേവനം നടത്തിയതിന് പൊതുസമൂഹം കൊടുത്ത പേരാ ഗ്രീൻ ഗാർഡൻസ്. അവരെ ഇപ്പോ സെക്ഷൻ 143 ഇട്ട് 10 വർഷം തടവിലാക്കാൻ വേണ്ടി ഒരുങ്ങുന്ന ഒരു സർക്കാർ ഛത്തീസ്ഗഡ് ഭരിക്കുന്നുണ്ട്. ഇപ്പോഴും ആ മുഖ്യമന്ത്രിക്ക് ബോധ്യമായിട്ടില്ല. മുഖ്യമന്ത്രി ഇപ്പോഴും പറയുന്നത് അത് തന്നെയാണ് എന്നാണ്. കേക്ക് കുഴച്ചു വെച്ചിരിക്കുന്നവരുണ്ടാവും. അതിനി ആ കേക്കുമായിട്ട് അരമനയിലേക്ക് വന്നാൽ എങ്ങനെ പ്രതികരിക്കണമെന്നുള്ളത് അരമനയുടെ അധികാരികൾ തീരുമാനിക്കുക.